ഫ്രണ്ട്സ്, വെറും 3 മാസം കൊണ്ട് നിങ്ങളുടെ ഒരു വർഷത്തെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ. അത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു വീഡിയോ അതിൻ്റെ എൻഡ് വരെ കാണുക. ലീഡർഷിപ്പ് കോച്ചായ ബ്രെയിൻ മൊറാനെ, ആപ്പിൾ, മോർഗൻ സ്റ്റാൻലി, ന്യൂയോർക്ക് ലൈഫ് പോലെയുള്ള വലിയ വലിയ കമ്പനീസ് അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇത് എന്തിനാണെന്നാൽ തങ്ങളുടെ 5 വർഷത്തെ ഗോൾ 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പാകത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കാനും അതിനായിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെ എഫിഷ്യൻ്റാക്കി മാറ്റാനുമാണ്. സോ ഈ കമ്പനീസൊക്കെ അവരുടെ 5 വർഷത്തെ ഗോൾസ് വെറും 3 മാസം കൊണ്ടാണ് അച്ചീവ് ചെയ്യുന്നത്. സോ ഈ ഒരു സീക്രട്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ വളരെ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് പുട്ട് യുവർ ബ്ലൈൻഡേഴ്സ് ഓൺ. ഒരു താറാവിനും കുതിരയ്ക്കും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്നാൽ താറാവിന് പറക്കാനും സാധിക്കും, നീന്താനും സാധിക്കും, നടക്കാനും സാധിക്കും. എന്നാൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അതിന് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അതായത് അതുപോലെ നീന്തുകയാണെങ്കിൽ വളരെ പതുക്കെ മാത്രമേ നീന്തുകയുള്ളൂ, നടക്കുകയാണെങ്കിലോ വളരെ പതുക്കെ മാത്രമേ നടക്കുകയുള്ളൂ. ആൻഡ് ഒരുപാട് ഉയരത്തിൽ അതിന് പറക്കാനും സാധിക്കില്ല. എല്ലാത്തിലും അത് വളരെ ആവറേജ് ആയിരിക്കും. എന്നാൽ ഒരു കുതിര വേഗത്തിൽ ഓടുക എന്നുള്ള ഈ ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ ഒരൊറ്റ കാര്യത്തിൽ അത് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കും, ദ ബെസ്റ്റ് ആയിരിക്കും. ഒരു കുതിര റേസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ 2 സൈഡിലും ബ്ലൈൻഡേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് എന്തിനാണെന്നാൽ അതിൻ്റെ ഫുൾ ഫോക്കസും ആ ഒരു ഫിനിഷിംഗ് ലൈനിലേക്ക് മാത്രമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു കുതിര തൻ്റെ മുഴുവൻ എനർജിയും ആ ഒരൊറ്റ ഡയറക്ഷനിലേക്കും ആ ഒരൊറ്റ ഗോളിലേക്ക് നൽകിക്കൊണ്ട് ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരും. സോ ഇതുപോലെയുള്ള ബ്ലൈൻഡേഴ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കണം. ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ 10-20 ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനെല്ലാം നിങ്ങൾ ഒഴിവാക്കി അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾ മാത്രം സെലക്ട് ചെയ്യുക. ആൻഡ് ആ ഒരൊറ്റ ഗോളിലേക്ക് മാത്രമായിട്ട് നിങ്ങളുടെ ഫുൾ ഫോക്കസും നൽകുക. ഇന്നത്തെ കാലത്ത് മെജോറിറ്റി ആളുകളുടെയും ഫോക്കസ് എന്നുള്ളത് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തെ പോലെ ആയിട്ട് മാറിയിരിക്കുന്നു. അതായത് അത് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡായിട്ട് കിടക്കുന്നു. ഇതുകൊണ്ട് തന്നെ അവരുടെ ഫോക്കസിങ് എബിലിറ്റി കുറഞ്ഞു വരുന്നു. എന്നാൽ നമ്മൾ ഹൈ പ്രഷറോട് കൂടിയിട്ട് ഒരേ കാര്യത്തിലേക്ക് മാത്രമായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതൊരു കോൺസെൻട്രേറ്റഡ് വാട്ടർ ജെറ്റിനെ പോലെ ആയിട്ട് മാറുന്നു. അതായത് ഇതിൻ്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് ഒരു കല്ലിനെ വരെ കട്ട് ചെയ്യാൻ സാധിക്കും. ഇതേ പ്രിൻസിപ്പിൾ നിങ്ങളുടെ ലൈഫിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒരേ കാര്യത്തിലേക്ക് മാത്രമായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം പോലും പോസിബിളായിട്ട് മാറും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരു എക്സ്പേർട്ടായിട്ട് മാറണമെന്നില്ല. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരൊറ്റ കാര്യത്തിൽ നല്ല രീതിയിലുള്ള പ്രാവീണ്യം നേടിയിരിക്കണം. അതിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആയിരിക്കണം. നിങ്ങൾ ചാൾസ് ഡാർവിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ IQ എന്നുള്ളത് അത്രയൊന്നും തന്നെ കൂടുതലല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് എവല്യൂഷനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കാരണം ഡാർവിൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് മൊത്തം ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അതാണ് ബ്ലഡ് റിസർച്ച്. അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് മൊത്തം അദ്ദേഹം ഈ കാര്യത്തെ പറ്റിയാണ് പഠനങ്ങൾ നടത്തിയത്. ഇതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയൊരു ജീനിയസ് അല്ലെങ്കിൽ പോലും അതിൽ അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആവാൻ സാധിച്ചു. സോ ഇതുപോലെ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ശേഷം അടുത്ത 3 മാസത്തേക്ക് അതിലേക്ക് മാത്രമായിട്ട് നിങ്ങളുടെ ഫുൾ ഫോക്കസും നൽകുക. വിൻസ് ലൊംബാർദി പറഞ്ഞ ഈ ഒരു കോട്ട് നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കുക. സക്സസ് ഡിമാൻഡ്സ് സിംഗിൾനെസ് ഓഫ് പർപ്പസ്. നമ്പർ 2, സ്ട്രീക്ക് ചലഞ്ച്. ഫ്രണ്ട്സ്, അടുത്ത 3 മാസത്തേക്ക് നിങ്ങളൊരു 90 ഡേയ്സിൻ്റെ സ്ട്രീക്ക് ചലഞ്ച് എടുക്കണം. ഇവിടെ ഒരു എക്സ്ക്യൂസുകളും നിങ്ങൾ മുന്നോട്ട് വയ്ക്കരുത്. ഈ സമയത്ത് പല സൺഡേയ്സ് വരും, പല ഹോളിഡേയ്സ് വരും, ചില ഹെൽത്ത് പ്രോബ്ലംസും നിങ്ങൾ ഫേസ് ചെയ്തേക്കാം. ഇങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിങ്ങളിലേക്ക് വരും. ബട്ട് നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത് ആ ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രമായിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഇത് ബ്രേക്ക് ചെയ്യരുത്. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ അന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ കടക്കാൻ പാടുകയുള്ളൂ. ഇതിനായിട്ടുള്ള ഒരു ബെസ്റ്റ് വേ എന്താണെന്നാൽ നിങ്ങളുടെ റൂമിൽ നിങ്ങളൊരു കലണ്ടർ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കലണ്ടറിൽ അതൊന്ന് മാർക്ക് ചെയ്ത് പോവുക. ഇതെന്നുള്ളത് നിങ്ങളുടെ കൺസിസ്റ്റൻസിയുടെ ഒരു സിമ്പലാണ്. സോ നിങ്ങളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ഫീൽ ചെയ്യും. ഇത് നിങ്ങളിൽ ഒരു പവർഫുൾ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും.
ബട്ട് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വളരെ ഡീമോട്ടിവേറ്റ് ആയെന്ന് വരാം, വളരെയധികം ടയേർഡായിട്ടും മാറാം. സോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ഈ ഒരൊറ്റ കാര്യം മാത്രം ഓർക്കുക, ജസ്റ്റ് ഫോർ 90 ഡേയ്സ്, അതായത് അടുത്ത 90 ഡേയ്സിലേക്ക് നിങ്ങളെല്ലാം മറന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ ലൈഫിലേക്കായിരിക്കും നിങ്ങൾ കടക്കുന്നുണ്ടായിരിക്കുക. സോ ഈ ഒരു മൈൻഡ് സെറ്റ് മസ്റ്റായിട്ടും കീപ്പ് ചെയ്യുക. നമ്പർ 3, ഷട്ട് യുവർ മൗത്ത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നാം, എന്നാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് എപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാൽ ഇത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ്. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്നാൽ അവരവരുടെ പ്ലാൻസ് ആൻഡ് ഗോൾസൊക്കെ ആദ്യം തന്നെ മറ്റുള്ളവരോട് പോയിട്ട് പറയുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ അവർ വലുതായിട്ട് എന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീല് അവരിൽ ക്രിയേറ്റ് ആകുന്നു. എന്നാൽ ഇതെന്നുള്ളത് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിനെ ഒരു മിസ്റ്ററി പോലെ നിലനിർത്തണം. നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ഫെയിലിയേഴ്സ്, ഇതിനെ ഒന്നും തന്നെ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യരുത് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യുന്നത് വരെ. ഡോണ്ട് ടോക്ക്, ജസ്റ്റ് ആക്ട്. ഡോണ്ട് സേ, ജസ്റ്റ് ഷോ. ഡോണ്ട് പ്രോമിസ്, ജസ്റ്റ് പ്രൂവ്. നമ്പർ 4, കിൽ യുവർ ബിഗ്ഗസ്റ്റ് എനിമി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയൊരു എതിരാളിയാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എന്നുള്ളത്. ഇത് നിങ്ങളുടെ ടൈം ആൻഡ് ഫോക്കസ് എന്നുള്ളതിനെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നു, നിങ്ങളെ വളരെ ലേസിയാക്കി മാറ്റുന്നു. സോ നിങ്ങളുടെ മൊബൈൽ യൂസേജ് നിങ്ങൾ കുറയ്ക്കാത്തടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയ, നോട്ടിഫിക്കേഷൻസ്, മൈൻഡ്ലെസ് സ്ക്രോളിംഗ്, ഇതെല്ലാം നിങ്ങളുടെ ഗോൾസിനെ നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകറ്റുന്നു. ഇന്നത്തെ കാലത്ത് ഫോക്കസാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്നുള്ളത്. ബട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ഫോക്കസിങ് എബിലിറ്റിയെ കുറയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ എനർജിയെ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ടോപ്പ് 1%ലേക്ക് എത്താൻ സാധിക്കില്ല. വലിയ സോഷ്യൽ മീഡിയ കമ്പനീസ് ലൈക്ക് സ്നാപ്ചാറ്റ്, ഇൻസ്റ്റഗ്രാം, റെഡിറ്റ് ഇവയെല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു 1%ലേക്ക് എത്തരുത് എന്നുള്ളതാണ്. ബാക്കിയുള്ള 99% ആളുകളെ പോലെ നിങ്ങളും ജീവിക്കണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു സീക്രട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കും. നമ്പർ 5, ഇംപ്രൂവ് യുവർ സെൽഫ് 1% ഡെയിലി. ഓരോ ദിവസവും നിങ്ങളെ 1% ഇംപ്രൂവ് ആക്കുക. ഈ ഒരു പോയിന്റ് എന്നുള്ളത് ഒരു ന്യൂട്രീഷൻ പോലെയാണ്. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ന്യൂട്രീഷൻ എടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിനർത്ഥം നിങ്ങൾ അടുത്ത ദിവസം ആഹാരം കഴിക്കണ്ട എന്നുള്ളതല്ല. ഓരോ ദിവസവും നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആകാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നിങ്ങളൊരു ദിവസം 22 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനർത്ഥം നിങ്ങൾ അടുത്ത ദിവസം വർക്ക് ചെയ്യണ്ട എന്നുള്ളതല്ല. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരൊറ്റയടിക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആകണമെന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് അത്ര പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. സോ വളരെ പെട്ടെന്ന് നിങ്ങൾ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വളരെ ഡീമോട്ടിവേറ്റ് ആയിട്ട് മാറും. ആൻഡ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാ ദിവസവും നിങ്ങളെ 1% ഇമ്പ്രൂവ് ആക്കണമെന്നുള്ള ഈ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് അധികം വൈകാതെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാനും സാധിക്കും. കാരണം നമ്മൾ ഓരോ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സോ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഫ്രണ്ട്സ്, ഇനി എന്തുകൊണ്ടാണ് നമ്മളൊരൊറ്റ ഗോളിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നതെന്ന് നോക്കാം. ഇതെന്നുള്ളത് ഒരു ചെറിയ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സ്റ്റോറി ആരംഭിക്കുന്നത് ഒരു 10th ക്ലാസ്സിൽ നിന്നാണ്. ഇവിടെ റോഹൻ എന്നും മോഹൻ എന്നും പേരുള്ള 2 സ്റ്റുഡൻസ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഒരുപോലെ നന്നായിട്ട് പഠിക്കുന്നവരാണ്. എന്നാൽ മോഹന് ഒരു മോശം ശീലമുണ്ടായിരുന്നു. അതായത് അവൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അവൻ ആദ്യം തന്നെ മറ്റുള്ളവരോട് പോയിട്ട് പറയുമായിരുന്നു. എന്നാൽ റോഹൻ ഇങ്ങനെയായിരുന്നില്ല. അവൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയും ആരോടും അവൻ പറയില്ല. വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് അവൻ അതിൻ്റെ മേലെ വർക്ക് ചെയ്യുമായിരുന്നു. ഈ ഒരൊറ്റ ശീലം കാരണം കൊണ്ട് മാത്രം റോഹൻ തൻ്റെ സ്റ്റഡീസിൽ മറ്റുള്ള എല്ലാ സ്റ്റുഡൻസിനേക്കാളും മുന്നോട്ട് പോയി. മോഹനും റോഹൻ്റെ പിറകിലായി. കാരണം മോഹൻ തൻ്റെ പ്ലാൻസ് എല്ലാം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരവനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഡീമോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവനെ ഡിസ്ട്രാക്ട് ചെയ്യുമായിരുന്നു. കാരണം അവർക്കറിയാം മോഹൻ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ തങ്ങൾക്കാർക്കും അവൻ്റെ ഒപ്പം എത്താൻ സാധിക്കില്ല എന്ന്. ഇതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞ് അവരവനെ ഡിസ്ട്രാക്ട് ചെയ്യും, ഡീമോട്ടിവേറ്റ് ചെയ്യും.
ഫൈനലി റിസൾട്ട് വന്നപ്പോൾ റോഹന് 96%, മോഹന് 85% മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. ശേഷം റോഹന് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള മോഹൻ്റെ മാർക്ക് കുറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം അവൻ മോഹനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. സോ അപ്പോൾ മോഹനും മനസ്സിലാക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് തനിക്ക് മാർക്ക് കുറഞ്ഞത് എന്ന്. സോ 12th എത്തിയപ്പോൾ മോഹൻ റോഹനെ പോലെ വളരെ സൈലൻ്റായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. ദെൻ ഫൈനലി റിസൾട്ട് വന്നപ്പോൾ മോഹന് 98%, റോഹന് 97% മാർക്ക് ഉണ്ടായിരുന്നു. സോ രണ്ടുപേരും വളരെയധികം ഹാപ്പി ആയിട്ട് മാറി. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ എപ്പോഴും ഒരു മിസ്റ്ററി ആക്കി വയ്ക്കുക. കാരണം ഭൂരിഭാഗം ആളുകൾക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.